മെറ്റനയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ 4 യാമങ്ങൾ പകലും 4 യാമങ്ങൾ 8 അങ്ങനെ രാത്രിയിലും അങ്ങനെ 8 യാമങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ 3 എപ്പിസോഡിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ഡേഞ്ചർ ഓഫ് സ്ലീപ്പ്, ഉറങ്ങുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പാരഡോക്സായിട്ട് തോന്നും. ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ, ഉറങ്ങുന്നത് എപ്പോഴും ആവശ്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഉറങ്ങുക എന്ന് പറയുന്നത് പലപ്പോഴും അപകടം പിടിച്ച ഒന്നാണ്. ഡോണ്ട് സ്ലീപ്പ് ഓൺ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ലക്ഷ്യം, അതിൽ നിങ്ങൾ ഉറങ്ങരുത്. കാരണം നിങ്ങളുടെ എപ്പോഴും പിശാച് നിങ്ങളുടെ ഡെസ്റ്റിക്കിന് എഗൻസ്റ്റായിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് എപ്പോഴും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും സാത്താൻ ഒരു ത്രെട്ടായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങുവാനായിട്ട് പാടില്ല. ഡെസ്റ്റിനി എന്ന് പറയുന്നത് മീൻസ് ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ പർപ്പസാണ്. അത് ദൈവത്തിൻ്റെ ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മക്കൾക്ക് അത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒന്നാണ്. അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം അവരുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് അതൊരു സ്റ്റോർ ഹൗസിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അവൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സംസാരിച്ചാണ് ആ ക്രോണോസിലേക്ക്, അത് നമ്മുടെ ടൈം ഫാക്ടറിലേക്ക് അത് കടന്നു വരേണ്ടതാണ്. അതിൻ്റെ ടൈമിൽ ദൈവം അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. ഈ പ്രാർത്ഥനയിൽ കൂടി ഈ പിശാച് ഇത് അറ്റാക്ക് ചെയ്ത് മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. ദൈവം നിങ്ങളുടെ ആത്മാവിൽ ഒരുക്കിയ കാര്യം പിശാച് തടയാനായിട്ട് ശ്രമിക്കും. ഞാൻ ഈ സ്പിരിച്വൽ വേൾഡിൻ്റെ എപ്പിസോഡ് തുടങ്ങിയപ്പം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. ദൈവം നിങ്ങളുടെ ആത്മാവിൽ ഒരുക്കിയത് പിശാച് തടയുവാനായി ശ്രമിക്കും. അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുന്നതും അവൻ തടയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡോണ്ട് സ്ലീപ്പ് ഓൺ യുവർ ഡെസ്റ്റിനി എന്ന് നേരത്തെ പറഞ്ഞത്. ബലവാന്റെ പിടിച്ചുകെട്ടലിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ബലവാൻ എന്താണ് പിടിച്ചു വെക്കുന്നത്? നമ്മുടെ ഭാവി ഡെസ്റ്റിനീസാണ്. കൂടുതൽ ആളുകൾ അവരുടെ ഉദ്ദേശത്തിലെത്തുന്നതിനാൽ സാത്താൻ ഒരു ഫെയിലിയർ ആകുന്നു എന്ന് അവന് മനസ്സിലായി. അവൻ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്ലാനിങ് നടത്തും. ഒരാളെക്കുറിച്ചുള്ള ഡെസ്റ്റിനി സാത്താന് വെളിപ്പെട്ട് കിട്ടിയാൽ സാത്താൻ അവരെ ടാർഗറ്റ് ചെയ്യും. നിങ്ങൾ വെളിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷകളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയെ സാത്താന് നിങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ സാത്താനും അത് കിട്ടും. അപ്പോഴേ നിങ്ങളെ അവൻ ടാർഗറ്റ് ചെയ്യും. അതുകൊണ്ട് പല ക്രിസ്ത്യൻസിനും ഇത് അറിയത്തില്ല എന്നുള്ളത് സത്യമാണ്. പല തെറ്റായ കാര്യങ്ങളും ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. സാത്താനെ ബോദർ ചെയ്യേണ്ട, അവൻ നിന്നെ ഒന്നും ചെയ്യുകയില്ല. അവനെ അന്വേഷിക്കുമ്പോൾ ആണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. ചിലർ സാത്താൻ ഇല്ലെന്നും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ പഠിക്കുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്പിരിച്വൽ വാർഫെയർ ഈസ് റിയലി ഓൺഗോയിങ്. അത് നടക്കുന്ന ഒരു കാര്യമാണ്. അത് സ്പിരിറ്റ് സൈഡിൽ നടക്കുന്നുണ്ട്. നമുക്കത് കാണാനായിട്ട് പറ്റുകയില്ല. എന്നാൽ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ദേഹിയിലും ശരീരത്തിലും കാണാം. അത് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഭാവിയെ അഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ ആത്മാവിൽ ചിലത് കൊണ്ട് നടക്കുന്നു, അതിനാൽ ആണ് അവൻ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത്. അത് സ്പിരിച്വൽ തലത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ മറന്നുപോയത്. യു ആർ സഫറിങ് ബട്ട് യു ഡോണ്ട് നോ വൈ. യു ആർ ബീങ് ലിമിറ്റഡ് ബട്ട് യു ഡോണ്ട് നോ വൈ. നിങ്ങൾ കഷ്ടപ്പെടുന്നു, നിങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നു. എന്താ കാരണം എന്നറിയത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, എന്താണ് കാരണമെന്നറിയത്തില്ല. അറിയില്ലായ്മ പലപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചർ തകർക്കും. ദാവീദ് ശൗലിനെ പിന്നെ പേടിച്ചിട്ടില്ല. കാരണം ദാവീദിന് അറിയാമായിരുന്നു, ഞാൻ അഭിഷേകം ചെയ്ത വ്യക്തിയാണ്, ഞാൻ പഴയ ദാവീദല്ല എന്ന് ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഡോണ്ട് സ്ലീപ്പ്
ഓൺ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ ഉറങ്ങരുത്. സങ്കീർത്തനം 13-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നിലവിളിക്കുന്നത്. ദാവീദ്, യഹോവയെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എന്നെ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ഇങ്ങനെ അതിനകത്ത് എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം നൽകണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരണനിദ്ര, സ്ലീപ്പ് ഓഫ് ഡെത്ത്. ഇന്ന് മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ മെനി ഡെസ്റ്റിനീസ് ഡൈഡ് വൈൽ മെൻ ആർ സ്ലീപ്പിംഗ്. ഇന്ന് ഭാവി എല്ലാം കട്ടപ്പുകയായി പോയിട്ടുണ്ട്, ആളുകൾ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. 13-4 സങ്കീർത്തനം, ഞാൻ അവരെ തോൽപ്പിച്ചു കളഞ്ഞു എന്നൊരു ശത്രു പറയരുതേ. മൈ എനിമീസ് ഷാൽ റിജോയ്സ് ആൻഡ് സേ വി ഹാവ് ഓവർകം ഹിം. ഡേഞ്ചർ ഓഫ് സ്ലീപ്പ്. ഉറക്കം വിശ്രമത്തിനും ക്ഷീണം മാറ്റാനും ആരോഗ്യത്തിനും ആവശ്യമാണ്. എന്നാൽ അത് നന്നായി മാനേജ് ചെയ്യണം. അത് പിശാചിൻ്റെ കയ്യിലെ ആയുധമാണ്. ഉറക്കം ആവശ്യമാണ്, എന്നാൽ സൂക്ഷിക്കുക. പിശാച് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പ്രവേശിക്കുന്ന ഒരു ആയുധമാക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഉറങ്ങുന്നില്ല, ദേഹിയും ഉറങ്ങുന്നില്ല. ചില ആളുകൾ ഉറങ്ങിയിട്ട് വരുമ്പോൾ വലിയ രീതിയിൽ ടയർഡായിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ സോൾ ഉറങ്ങിയിട്ടില്ല. യുവർ മൈൻഡ്, യുവർ വിൽ ആൻഡ് യുവർ ഇമോഷൻ. ബോഡി ഈസ് സ്ലീപ്പിംഗ് ബട്ട് സോൾ ഈസ് അവേക്ക്. നിങ്ങൾ ഉണരേണ്ട സമയത്ത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ ഉറങ്ങുകയാണ്. ദ സ്പിരിറ്റ് ഓഫ് പ്രെയർ വിൽ കം ആൻഡ് ഇറ്റ് ഈസ് ഡാൻസിങ് ഓൺ യുവർ സോൾ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, നിങ്ങളുടെ മനസ്സ് അതിൽ കിടന്ന് ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു കിടന്നുറങ്ങും. യേശു പറഞ്ഞു, എന്താ? ആത്മാവ് ഒരുക്കമുള്ളത്, ജഡഹുബവും ബലഹീനം. ഈ സമയത്ത് പിശാച് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. 4 ഗേറ്റ്സ് ഓഫ് ഡാർക്ക്നെസ് ഞാൻ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്. പ്രിൻസിപ്പാലിറ്റീസ്, പവർ, അതുപോലെ ഈ ലോകത്തിലെ അന്ധകാര ശക്തി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. യു ഡോണ്ട് സീ ദ എനിമി. രാത്രിയിലെ ശത്രു ഉണ്ട്, നമുക്ക് കാണാൻ വയ്യ. 8 യാമങ്ങളെക്കുറിച്ച് പറഞ്ഞു. രാത്രിയിലെ 4 യാമങ്ങൾ, രാവിലെ 3 തൊട്ട് 6 വരെയുള്ള 4 യാമം. ഈ സമയത്താണ് പിശാച് ഡെസ്റ്റിനീസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആത്മാവിൽ ഈ സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥിക്കാനാണ്. തിരഞ്ഞു കിടന്നുറങ്ങരുത്. ഡോണ്ട് സ്ലീപ്പ് ഓഫ് യുവർ ഡെസ്റ്റിനി. ന്യായാധിപന്മാർ 16 ശിംശോൻ തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി. 19-ാം വാക്യത്തിലെ അവൾ അവനെ മടിയിലുറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൻ അവളെ ഒതുക്കി തുടങ്ങി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൻ ശക്തിയുടെ രഹസ്യം ദലീലയോട് വെളിപ്പെടുത്തിയിട്ടും അവന് ശക്തി ഉണ്ടായിരുന്നു, അല്ലേ? ദലീലയോട് അത് വെളിപ്പെടുത്തിയിട്ട് അവന് ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ അവൾ അവനെ മടിയിൽ ഉറക്കി. അവൾ അവനെ മടിയിൽ ഉറക്കി. ആ ഉറക്കത്തിൽ അവൻ്റെ ഡെസ്റ്റിനി ഹൈജാക്ക് ചെയ്യപ്പെട്ടു. സ്പിരിച്വൽ വേൾഡ് കൺട്രോൾസ് ദ ഫിസിക്കൽ. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. വേക്കപ്പ് പീപ്പിൾ, വേക്കപ്പ്. ഉണരുക, പ്രാർത്ഥിക്കുക. ആത്മാവ് നിങ്ങളെ ഉണർത്തുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ആത്മാവ് നിങ്ങളെ ഉണർത്തുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ചില ആളുകൾ ഉറങ്ങാൻ പോവും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വേദനയോടാണ് വരുന്നത്, ശരീരത്തിനെല്ലാം വേദന. ഉറങ്ങാൻ പോകുമ്പോൾ വേദനയൊന്നുമില്ലായിരുന്നു, എന്നാൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഭയങ്കര പെയിൻ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല. എന്താ ഈ സംഭവിക്കുന്നത്?
രാത്രിയിൽ എന്തോ സംഭവിച്ചു, ഈ ശരീരത്തിനൊക്കെ വേദന വരുന്നത് എന്താ സംഭവിച്ചേ? മത്തായി 13:25. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു, കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളു. രാവിലെ എഴുന്നേറ്റപ്പോഴേ കള വളർന്നു നിൽക്കുന്നു. കിടന്നപ്പോൾ എല്ലാം നല്ലതായിരുന്നു, എഴുന്നേറ്റപ്പോൾ പ്രശ്നങ്ങൾ. അറ്റാക്ക് ഓൺ യുവർ ഫൈനാൻസസ്, സൈനിങ് ഓൺ യുവർ കോൺട്രാക്ട്, പ്രോമിസ് ഓഫ് സാലറി ഇൻക്രീസ് ബട്ട് നോട്ട് ഹോണേഡ്, ക്ലയൻസ് ഒക്കെ പോവുകയാണ്, കുടുംബജീവിതത്തിലെ പ്രയാസം, കോൺട്രാക്റ്റുകളൊന്നും ശരിയാവുന്നില്ല, പണത്തിൻ്റെ മേളിലുള്ള അറ്റാക്ക്, എല്ലാ രീതിയിലുള്ള നെഗറ്റീവ്സ് വരികയാണ്. ശിംശോൻ ഉറങ്ങിയത് ശക്തിയുള്ള മനുഷ്യനായിട്ടാണ്. എഴുന്നേറ്റപ്പോൾ അവൻ വീക്കായിപ്പോയി. ഉറക്കത്തിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. ന്യായാധിപന്മാർ 4:21 സീസര് ഗാഠനിദ്ര വന്നപ്പോൾ കൊല്ലപ്പെട്ടു. അതിൽ ഹെബേരിൻ്റെ ഭാര്യ യായേൽ കൂടാരത്തിൽ ഒരു കുറ്റി എടുത്ത് കയ്യിൽ ചുറ്റികയും വെച്ച് പിടിച്ച് പെതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അങ്ങനെ എഴുതിയേക്കുന്നേ. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവന് ഗാഠനിദ്രയായിരുന്നു, അവൻ ബോധം കെട്ട് മരിച്ചുപോയി. അപ്പോഴീ ഹേബേലിൻ്റെ ഭാര്യ യായേൽ അവനെ കൊല്ലുകയാണ്. നിങ്ങൾ വലിയ ആളായിരിക്കാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉറങ്ങുമ്പോൾ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തും. യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല. ഹെൻസ് ഓപ്പറേറ്റ് വിത്ത് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റൂൾ. അതിനാൽ നിങ്ങൾ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റൂൾസിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ 50 സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ 100 സ്റ്റെപ്പ് പിന്നോട്ടടിക്കുകയാണ്. നിങ്ങളുമായി പലരും വിടുതലിനായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങളത് അറിയുന്നില്ല. അതുകൊണ്ട് സാത്താൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ സുവിശേഷന്മാരോ പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവരോട് പറയുകയാണ്, നിങ്ങളുമായി പലരും വിടുതലിനായി കണക്ട് ചെയ്യുന്നു. എന്നെ കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സോ സൈറ്റൻ ഈസ് ടാർഗറ്റിങ് യു ആൻഡ് മീ, എന്നെയും. അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരുന്ന് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സുവിശേഷം അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറഞ്ഞു തരാൻ പറ്റുന്നത്. എന്നാൽ സാത്താൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ടാർഗറ്റിങ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ ഡോണ്ട് സ്ലീപ്പ് ഓൺ യുവർ ഡെസ്റ്റിനി. നിങ്ങളെ ഭാവിയെ ഓർത്ത് ഉറങ്ങരുത്. ചില കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെയും നിങ്ങളെയും നിയമിച്ചിരിക്കുകയാണ്. ചില ആളുകളെ ചില പ്രയാസം, ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചോ പറഞ്ഞാൽ, നിങ്ങളെ ആ കുടുംബത്തിലെ ഈ ട്രയൽസിൽ കൂടി ഈ പ്രയാസങ്ങൾ കൂടി നിർത്തിയിരിക്കുന്നതിൻ്റെ പർപ്പസ് നിങ്ങൾക്കൊരു വിടുതൽ തന്നിട്ട് ആ കുടുംബത്തെ മുഴുവൻ ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ്. ചില ട്രയൽസിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണ്. എന്നാൽ നിങ്ങളതിൽ നിന്ന് പുറത്തു വരുമ്പോഴേ ദൈവം എന്നെ രക്ഷിച്ചു, യേശു എന്നെ രക്ഷിച്ചു എന്ന് ഉറക്കെ പറയാനായിട്ട്, പൈശാചികെട്ടിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു എന്ന് ഉറക്കെ പറയാനായിട്ട് നിങ്ങളെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കണം. നിങ്ങളുടെ ഡെസ്റ്റിനി കളയരുത്, നിങ്ങൾ അത് ഉറങ്ങരുത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങളെ ഒരു കണക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുമ്പോഴേ അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടി പോകരുത്. നിങ്ങൾ ചിലപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്നതിന് അതിനു വേണ്ടിയാണ്. റിസ്റ്റോറർ ഓഫ് സീസൺ, കാലങ്ങളെ റിസ്റ്റോർ ചെയ്യാൻ, ഓപ്പർച്യൂണിറ്റീസിനെ റിസ്റ്റോർ ചെയ്യാൻ, ചാൻസസിനെ റിസ്റ്റോർ ചെയ്യാൻ. ഐ ആം പ്രൊഫസൈങ് അബൌട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പ്രൊഫസ് ചെയ്യാണ്. അത് കേൾക്കുക, അക്സെപ്റ്റ് ചെയ്യുക. എനിമി ഹാസ് സ്റ്റോളൻ. പിശാച് കൊണ്ടുപോയത്, പിശാച് എടുത്തുകൊണ്ട് പോയത്, അവൻ്റെ കവർച്ച
അവൻ കൊണ്ടുപോയത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും ഉള്ളതാണ്. ഈ സീസണിൽ ചിലപ്പോൾ ഞാനായിരിക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്ത്, അതുകൊണ്ടായിരിക്കും ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ വരും, ഉറപ്പാണ്. ദൈവം പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിടുവിക്കപ്പെടുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ. ഡോണ്ട് സ്ലീപ്പ് ഓവർ യുവർ ഡെസ്റ്റിനി. സീസർ മരിച്ചുപോയതുപോലെ, സാംസൺ മരിച്ചുപോയതുപോലെ കിടന്ന് ഉറങ്ങരുത്. ഡെസ്റ്റിനിയിൽ ഡീവിയേറ്റ് ചെയ്തു പോയത് ലൈഫിൽ നിന്ന്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ കള വിതയ്ക്കും. എപ്പോഴും പാസ്റ്ററെ എനിക്ക് ഉറങ്ങണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും. ഉറങ്ങുകയൊക്കെ ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാത്ത മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു യാമമുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പം എടുത്താൽ മതി, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 മാസത്തിനകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഞാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന യാമം എന്താണെന്ന്. നിങ്ങൾ ജെന്യുവിനായിട്ട് രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടക്കുകയാണെങ്കിൽ ആ യാമത്തിൽ നിങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യും. നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ തോണ്ടി വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്താണ്? നിങ്ങളുടെ ആത്മാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, യെസ്, ദിസ് ഈസ് ദ ടൈം ടു പ്രേ. വേറെ ആരുമല്ല, നിങ്ങൾക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ആ ദൂതനുണ്ടല്ലോ, അവനോടുണ്ട്. അവൻ നിങ്ങൾക്ക് റെമഡിയായിട്ട് റെഡിയായി നിൽക്കുകയാണ്. യു ഹാവ് ടു പ്രേ, ദെൻ ഓൺലി ഹി ക്യാൻ ആക്ട്. അവൻ ആക്ട് ചെയ്യാനായിട്ട്. ചിലപ്പം വലിയ ഡെലിവറൻസ് ആണെങ്കിൽ അർദ്ധരാത്രി യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ചോസനായിട്ട്, നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ എന്ന വലിയ സുവിശേഷ പ്രസ്ഥാനവും അല്ലെങ്കിൽ സുവിശേഷീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ രാവിലെ 3 മുതൽ 6 വരെയുള്ള ടൈമിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. 3 hours പോലും പറ്റിയില്ലെങ്കിൽ 2 hours എങ്കിലും പ്രാർത്ഥിക്കുക. അതും പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുക. അറ്റ്ലീസ്റ്റ് ആൻ അവർ. അതുപോലും പറ്റിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്, എനിക്കൊന്നും പറയാനില്ല. ദൈവം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് സ്ലീപ്പ് ഓവർ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ ചിരിക്കും, ഉറങ്ങത്തില്ല. സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥനയുടെ ഒരു കാര്യമാണ് കഴിഞ്ഞ 4 എപ്പിസോഡിലായിട്ട് പറഞ്ഞത്. യെസ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. മെൻ ഓട്ട് ടു പ്രേ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. അതിൽ കൂടിയാണ് ദൈവം നമ്മുടെ ദൂതന്മാരെ ആക്ടിവേറ്റ്. അവരാണ് ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങളും ഞാനും ഒന്നുമല്ല മേളിൽ കയറിയെന്ന് ഫൈറ്റ് ചെയ്യുന്നത്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും അന്ധകാരത്തിൻ്റെ ശക്തികളോടും ഫൈറ്റ് ചെയ്യുന്ന ദൂതന്മാരാണ്. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥന വീക്കായാൽ, പ്രാർത്ഥന ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവിനെ പിന്നെ പിശാചി കെട്ടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മളെ ഒരു പുതിയ ലെവലിലേക്ക് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ലെവലിലേക്ക് നമ്മളെ റേസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മണ്ഡലത്തിലെ ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുക. നമ്മുടെ ടൈമിൽ ദൈവം ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ടൈമിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വരുന്നത് ദിസ് കൈൻഡ്, ഈ ജാതി ഒഴിഞ്ഞു പോകത്തക്ക രീതിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി ഈ പ്രാർത്ഥനയിൽ കൂടി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെ നീ ഉത്തരവുമായി നിൽക്കുന്ന ദൈവമാണ് കർത്താവെ. പലപ്പോഴും പല ഡെസ്റ്റിനീസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന പിശാച് ഞങ്ങളുടെ പർപ്പസിൽ നിന്ന് ഞങ്ങളെ ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നു. എല്ലാവരും കർത്താവിൻ്റെ പർപ്പസിലോട്ട് വന്നാൽ പിശാചിന് പിന്നെ നിലനിൽപ്പില്ലാതെ പോകുന്നു. അതുകൊണ്ട് അവൻ്റെ ശക്തിയോടുകൂടി ഈ ദിവസങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ പൈശാച ശക്തികളെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളെ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പല രീതിയിലുള്ള ആക്രമണങ്ങൾ വരുമ്പോഴേ കർത്താവെ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തി പ്രാപിപ്പാൻ കർത്താവെ, ഞങ്ങളെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുവാൻ, നിൻ്റെ ഉദ്ദേശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായി കെട്ടപ്പെട്ടിരിക്കുന്നവരെ, നിരാശയുടെ അനുഭവത്തിലിരിക്കുന്നവരെ, ഡിപ്രഷനിലിരിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും നിങ്ങൾ ഇന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഡിവൈസിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കണം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ സെർവൻറ്റ് എന്നുള്ള രീതിയിൽ ഐ ക്ലെയിം എ വിക്ടറി ഓവർ ഓൾ ദീസ് ഏരിയാസ്. ഞാൻ വലിയൊരു ഒരു 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 വിക്ടറി, ഒരു വിജയം ഈ ഏരിയകളിൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. നന്ദി യേശുവേ, നന്ദി. നന്ദി യേശുവേ, നന്ദി. നീ റിലീസ് ചെയ്യുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഏതെങ്കിലും കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് ഈ രാത്രികാലം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ കെട്ടുകളെല്ലാം, ചങ്ങലകളെല്ലാം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ വിതച്ച കള രാവിലെ എഴുന്നേറ്റ് നിൽക്കാതെ ആ കളകളെയെല്ലാം പിഴുതു കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിയോട് നിൽക്കാൻ പ്രാർത്ഥനയുടെ ആത്മാവിനെ കർത്താവെ ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലേക്ക് നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവരുടെ ടൈം, അവരുടെ യാമങ്ങൾ, അവരുടെ വാച്ച് അവർ കണ്ടുപിടിച്ച് പ്രാർത്ഥിപ്പാൻ, ലെറ്റ് ദം ബി ഇൻട്രസസർ. കർത്താവെ മധ്യസ്ഥ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വാച്ചേഴ്സ്, ഗേറ്റ് കീപ്പേഴ്സായിട്ടോ നീ അവരെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഇത് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരും നീ അനുഗ്രഹിച്ച് ഓർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ തുടർമാനമായി വാച്ച് ചെയ്യുക. അടുത്ത വേറൊരു സബ്ജക്റ്റിലേക്ക്, നമ്മൾ ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള സബ്ജക്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഓരോ എപ്പിസോഡ് നിങ്ങൾക്ക് ഓരോ നോളജും ഓരോ ഡെലിവറൻസും നിങ്ങൾക്ക് തരുന്നതാണ്. ഇതെല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചസിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും ഇങ്ങനെ ഇത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് പഠിക്കുന്നത് നമ്മുടെ അറിവിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഡെലിവറൻസിനും കാരണമായി തീരും. ഇത് വാച്ച് ചെയ്യുക, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തരിക. നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെട്ടു എന്ന് അറിയിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.